ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിൽ നിന്നുള്ള 7ാമത്തെ ചാപ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നുള്ള വീഡിയോസ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രധാനപ്പെട്ട കമൻറ്റുകളെല്ലാം കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ക്ലാസ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലോ അതുമാത്രമല്ല, ഇനി എന്തെങ്കിലും കുറച്ചുകൂടി നന്നാക്കണമെന്നുണ്ടെങ്കിലോ കുറച്ചുകൂടി പോയിൻ്റുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മളിന്ന് 7ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്നതാണ് നമ്മുടെ ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട കുറേ ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ കുറച്ച് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതുകൂടി നമുക്ക് വായിച്ചു പോകാം. തെളിഞ്ഞ ആകാശത്തിന് കീഴിലായി പച്ച വിരിച്ചതുപോലൊരു വയൽ. നെന്മണികൾ ചെറുകാറ്റിൽ പതിയെ തലയാട്ടി നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാ. ഇന്ന് അവധിയായതിനാൽ അച്ഛനോടും അമ്മയോടുമൊപ്പം ഞാനും ചേച്ചിയും കൂടെ കൃഷി ചെയ്യാനിറങ്ങി. നെല്ല് മാത്രമല്ല, തൊട്ടടുത്ത് പച്ചക്കറി കൃഷിയുമുണ്ട്. വഴുതന, കത്തിരി, പയർ, പടവലം, വെണ്ട, ചീര, ചേന, ചേമ്പ് തുടങ്ങി മിക്കവാറും എല്ലാ പച്ചക്കറികളുമുണ്ട്. വിളവെടുക്കാൻ പാകത്തിൽ നിൽക്കുന്ന തോട്ടത്തിൻ്റെ കാഴ്ച എന്നെ അമ്പരപ്പിച്ചു. പതിവിലും അധികം വിളവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയത്. വീട്ടാവശ്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കളിലേറെയും സ്വയം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ശീലം പണ്ട് മുതലേ അച്ഛൻ്റെ പതിവാണ്. കുറച്ചധികം പച്ചക്കറികൾ ലഭിച്ചതുകൊണ്ട് അതിൽ കുറച്ച് കീർത്തി ചേച്ചിക്കും വീട്ടിലും പിന്നെയുള്ളത് ചന്തയിലേക്കും അമ്മ കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? നീതുവിൻ്റെ ഡയറി കുറിപ്പാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ നിത്യോപയോഗത്തിനാവശ്യമായ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് ഇവർ കൃഷി ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് നിത്യോപയോഗത്തിന് ആവശ്യമായ എന്തൊക്കെ സാധനങ്ങളാണ് ഇവർ കൃഷി ചെയ്തിരുന്നത്? നമ്മൾ പഠിച്ചായിരുന്നു. എന്തൊക്കെയാണ്? നെല്ലുണ്ടായിരുന്നു. നെല്ല്, അതുപോലെ പച്ചക്കറികളിൽ ഒട്ടുമുക്കാൽ ഭാഗം പച്ചക്കറികളും നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് പച്ചക്കറികൾ? പടവലങ്ങ, വെണ്ട, വഴുതന, ചീര, അങ്ങനെ തുടങ്ങി പച്ചക്കറികൾ ധാരാളം അവർ കൃഷി ചെയ്തതായിട്ട് നമ്മൾ വായിച്ചു. അപ്പോൾ ചീര, ചേന, ചേമ്പ്, വഴുതന, കത്തിരി, പയർ, പടവലം, വെണ്ട തുടങ്ങി ഒരുപാട് പച്ചക്കറികൾ അവർ കൃഷി ചെയ്തു. അപ്പോൾ അടുത്തിവിടെ ചോദിച്ചിട്ടുണ്ട്, ഉൽപാദന മിച്ചം എങ്ങനെ ഉപയോഗിക്കുന്നു? അപ്പോൾ ഉൽപ്പാദിപ്പിച്ച് അവർക്ക് ആവശ്യം വന്നിട്ട് ഉള്ളത് ബാക്കി അടുത്ത വീട്ടിൽ കൊടുക്കുന്നു. പിന്നെ ബാക്കിയുള്ളത് വീട്ടിൽ ആവശ്യമായിട്ടുള്ളത് എടുത്തതിന് ശേഷം ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. അങ്ങനെയാണ് ഉൽപാദന മിച്ചം അവർ വിനിയോഗിക്കുന്നത്. ഇനി ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാം? അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ട് ആവശ്യമുള്ളതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ മാർക്കറ്റിൽ വരുന്ന വളം പ്രയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ മാരകമായ വിഷങ്ങൾ ചേർത്തിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? വേട്ടയാടി ജീവിച്ച നമ്മുടെ പൂർവികരിൽ നിന്നും ആധുനിക മനുഷ്യരിലേക്കുള്ള വികാസത്തിൽ കൃഷിക്ക് പ്രധാന പങ്കുണ്ട്. കൃഷി ചെയ്ത് ജീവിക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ് കുടുംബം, കൂട്ടായ്മ, ഗ്രാമം, പട്ടണം തുടങ്ങിയ സാമൂഹിക ജീവിതത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ രൂപപ്പെട്ടത്. ഉപജീവനത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ കാർഷിക ശൈലിയിൽ നിന്നും കാലക്രമേണ മനുഷ്യർ കമ്പോളത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയിലേക്ക് മാറി.
ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അതിനുവേണ്ടി മനുഷ്യർ അവലംബിച്ച കൃഷിരീതികൾ എന്തൊക്കെയാണെന്നും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, വേട്ടയാടി ജീവിച്ച നമ്മുടെ പൂർവികരിൽ നിന്നും ആധുനിക മനുഷ്യരിലേക്കുള്ള വികാസത്തിൽ കൃഷി എന്ന് പറയുന്നതിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ കൃഷി ചെയ്ത് ജീവിക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ് നമ്മൾ ഇന്ന് കാണുന്ന കുടുംബം, കൂട്ടായ്മ, ഗ്രാമം, പട്ടണം തുടങ്ങി സാമൂഹിക ജീവിതത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ എന്ത് ചെയ്തത്, രൂപപ്പെട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനു വേണ്ടി കൃഷിക്ക് വേണ്ടി മനുഷ്യൻ കൊണ്ടുവന്ന രീതികൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൃഷിയുടെ ഉത്ഭവം. എങ്ങനെയാണ് കൃഷി ഉത്ഭവിച്ചതെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ ഏതാണ്ട് 7000 BC-യിലാണ് എന്ത് ചെയ്തത്, കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. അപ്പോൾ മനുഷ്യനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അപ്പോൾ 7000 BCEക്ക് മുമ്പാണ് മനുഷ്യൻ എന്ത് ചെയ്തത്, കൃഷി ആരംഭിച്ചത്. മെസപ്പൊട്ടോമിയ, തുർക്കി, ഈജിപ്റ്റ്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ എവിടെയൊക്കെയാണ് ആദ്യമായിട്ട് മെസപ്പൊട്ടോമിയ, അതുപോലെ തുർക്കി, ഈജിപ്റ്റ്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ എന്ത് ചെയ്തു, കൃഷി ആരംഭിച്ചു. ഏതാണ്ട് 3000 BCEയിൽ സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത്. അപ്പോൾ ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത് ഏത് നൂറ്റാണ്ടിലാണ്, അല്ലെങ്കിൽ ഏത് BCE 3000-ത്തിലാണ് എന്ത് ചെയ്തത്, നമ്മുടെ ഇന്ത്യയിൽ സിന്ധു നദീതട നാഗരികതയോട് ചേർന്ന് കാർഷിക സംസ്കാരം വളർന്നു വന്നത് എന്നാണ്, BCE 3000-ത്തിലാണ്. 3000 BCEയിലാണ് എന്ത് ചെയ്തത്, ഇന്ത്യയിലെ കാർഷിക സംസ്കാരം വളർന്നു വന്നത്. ഈ നദീതീരത്തെ ഇരട്ട നഗരങ്ങളായ മോഹൻജദാരോയിലും ഹാരപ്പയിലുമാണ് ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ ഗോതമ്പ് അതുപോലെ ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത് എവിടെയാണ്, സിന്ധു നദീതട സംസ്കാരത്തിലെ 2 കേന്ദ്രങ്ങളായ നദീതീര നഗരങ്ങളായ എവിടെയൊക്കെയാണ്, മോഹൻജദാരോയിലും ഹാരപ്പയിലുമാണ് ആദ്യമായിട്ട് എന്ത് കൃഷി ചെയ്തത്, ഗോതമ്പ്, ബാർലി എന്നീ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത്. ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞാണ് കൃഷി ആരംഭിച്ചത്. അപ്പോൾ നമ്മുടെ സിന്ധു നദീതട സംസ്കാരം കഴിഞ്ഞു, അതും കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് എവിടെ, നമ്മുടെ ദക്ഷിണേന്ത്യയിൽ കൃഷി ആരംഭിച്ചത്. ഇനി ഉപജീവന കൃഷി നമുക്ക് നോക്കാം. എന്താണ് ഉപജീവന കൃഷി? കർഷകർ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണിത്. അപ്പോൾ ഉപജീവന കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്? കർഷകർ എന്ത് ചെയ്യുന്നു, കുടുംബത്തിൻ്റെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് ഉപജീവന കൃഷി. ലാഭം നേടുക എന്നത് ഈ കൃഷി രീതിയുടെ പ്രാഥമിക ലക്ഷ്യമല്ല. അപ്പോൾ ഈ കൃഷി രീതിയുടെ ലക്ഷ്യം എന്താണ്? ലാഭം നേടുക എന്നതേ അല്ല, മറിച്ച് എന്താണ്, ഉപജീവനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കൃഷി ചെയ്യുക. ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചില അവസരങ്ങളിൽ എന്താണ്, കൃഷി അധികം വരുമ്പോൾ എന്ത് ചെയ്യുന്നു, മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉപജീവന കൃഷിയിൽ പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഉപജീവന കൃഷി രീതി എന്ന് നമ്മൾ പഠിച്ചു. കർഷകർ എന്ത് ചെയ്യുന്നു, തങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നു, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉപജീവന കൃഷി എന്ന് പറയുന്നത്. ഇവിടെ ലാഭം നേടുക എന്നതല്ല ഈ കൃഷി രീതിയുടെ പ്രാഥമിക ലക്ഷ്യം. ഇനി എന്താണ്, ചില അവസരങ്ങളിൽ ഇവർ മിച്ചം വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നു, മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വിൽക്കുന്നു. ഇനി പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഏതിനുപയോഗിക്കുന്നത്, ഉപജീവന കൃഷി രീതിക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നു സമ്മിശ്ര കൃഷി. രണ്ടാമത്തെ കൃഷി രീതിയാണ് സമ്മിശ്ര കൃഷി.
അപ്പോൾ എന്താണ് സമ്മിശ്ര കൃഷി എന്ന് നോക്കാം. ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി. അപ്പോൾ സമ്മിശ്ര കൃഷി എന്ന് പറഞ്ഞാൽ ഒരേ സമയം എന്ത് ചെയ്യുന്നു, ഒന്നിലധികം വിളകൾ ഒരു കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. ഇതിനൊപ്പം കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഈ സമ്മിശ്ര കൃഷി എന്ന് പറഞ്ഞാൽ നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിള കൃഷി ചെയ്യുന്നു. അതിനൊപ്പം എന്തൊക്കെയാണ്? കന്നുകാലി വളർത്തലുണ്ട്, കോഴി വളർത്തൽ, മീൻ വളർത്തൽ, ഇതെല്ലാം സംയോജിപ്പിച്ച് ചെയ്യുന്ന കൃഷി രീതിയാണ് നമ്മൾ സമ്മിശ്ര കൃഷി രീതി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ ഈ കൃഷിയിടത്തിൽ നിന്ന് തന്നെ എന്ത് ലഭിക്കുന്നു? ഇതിൻ്റെ മേന്മകളാണ്, സമ്മിശ്ര കൃഷിയുടെ മേന്മകളാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഗുണങ്ങൾ? എന്തൊക്കെയാണ്? കന്നുകാലികൾക്കുള്ള തീറ്റ എവിടെ നിന്ന് ലഭിക്കുന്നു? കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു. കൃഷിക്ക് ആവശ്യമായ വളം കന്നുകാലികളിൽ നിന്ന് തിരിച്ചും ലഭിക്കുന്നു. ഇപ്പോൾ പിന്നെ കോഴി, അതുപോലെ മീൻ, പിന്നെന്താണ് പശു, അങ്ങനെ ഇവയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കൃഷിക്ക് ആവശ്യമായ വളം ലഭിക്കുന്നു. ചിലവ് താരതമ്യേന വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കൃഷിക്ക് എന്ത് കുറവാണ്? ചിലവ് കുറവാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് തോട്ടവിള കൃഷിയാണ്. തോട്ടവിള കൃഷി അപ്പോൾ നോക്കാം. പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റു ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അതിനായി 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി കോളനി രാജ്യങ്ങളിൽ അവർ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദന ചെലവും ഈ കൃഷിരീതിയുടെ പ്രത്യേകതകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ തോട്ടവിള കൃഷി എന്താണ് പ്രത്യേകത? എന്തൊക്കെയാണ് തോട്ടവിളയിലെ? പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി ബ്രിട്ടീഷുകാരുടെ വരവോടെ എന്ത് ചെയ്തു? വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകൾ കൃഷി ചെയ്തു. പ്രധാനമായും കൃഷി ചെയ്തിരുന്ന വിളകൾ ഏതൊക്കെയാണ്? തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് തുടങ്ങിയവയാണ് കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്തു? ഈ വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അപ്പോൾ നമുക്കറിയാം വ്യവസായ വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? ബ്രിട്ടനിലാണ് വ്യവസായ വിപ്ലവം ആരംഭിച്ചത്. അപ്പോൾ വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമാണ് ബ്രിട്ടൻ എന്നറിയപ്പെടുന്നത്. ഈ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്താവശ്യമായി വന്നു? ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അതിനായി 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി കോളനി രാജ്യങ്ങളിൽ അവർ എന്ത് ചെയ്തു? തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ദീർഘകാല വരുമാനം. ഈ തോട്ടവിളകളുടെ പ്രത്യേകത എന്താണ്? ദീർഘകാല വരുമാനവും കുറഞ്ഞ ഉൽപ്പാദന ചെലവും ഈ കൃഷി രീതിയുടെ പ്രത്യേകതകളാണ്. ഒരു പ്രാവശ്യം കൃഷി ചെയ്താൽ കുറേ നാൾ ദീർഘകാലം നമുക്കതിൻ്റെ വരുമാനം ലഭിക്കും. അടുത്ത് നമ്മൾ പറയുന്നത് വാണിജ്യ വിളകൃഷിയെക്കുറിച്ചാണ്. വാണിജ്യ വിളകൃഷി എന്താണെന്ന് നോക്കാം. കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാണിജ്യ വിളകൃഷി എന്ന് പറയുന്നത്. അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നു? വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നു. അതാണ് വാണിജ്യ വിളകൃഷി എന്ന് പറയുന്നത്. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യ വിളകൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഒരു കൃഷി കൂടിയാണിത്. അപ്പോൾ വാണിജ്യ വിള കൃഷിക്ക് എന്തൊക്കെ ആവശ്യമാണ്? ഉയർന്ന മൂലധനം കൂടുതൽ വേണം. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, ഇതൊക്കെ ആവശ്യമായി വരുന്ന ഒരു കൃഷിയാണ് ഏതെന്ന് പറയുന്നത്? വാണിജ്യവിള എന്ന് പറയുന്നത്. ഇനി റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവ വാണിജ്യ വിളകളാണ്. അപ്പോൾ വാണിജ്യ വിളകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഏതൊക്കെ നമുക്ക് പറയാം? റബ്ബർ, അതുപോലെ കരിമ്പ്, പിന്നെന്താണ്? പരുത്തി, ചണം തുടങ്ങിയവ വാണിജ്യ വിളകളാണ്. അപ്പോൾ റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം മുതലായവ വാണിജ്യ വിളകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ വിളകളല്ലാത്തതേത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നതേത് എന്നൊക്കെ ചോദിക്കാം.
നമ്മുടെ രാജ്യത്തുള്ള വിവിധ തരം കൃഷിരീതികൾ പരിചയപ്പെട്ടല്ലോ. കൂടുതൽ സവിശേഷതകൾ കൂട്ടിച്ചേർത്ത് പട്ടിക വികസിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ച ഉപജീവന കൃഷി, സമ്മിശ്ര കൃഷി, തോട്ടവിള കൃഷി, വാണിജ്യ കൃഷി ഇവ ഓരോന്നും തന്നിട്ടുണ്ട്. എന്താണ് ഉപജീവന കൃഷി? നമ്മൾ പഠിച്ചു സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായ ഉൽപ്പാദനം, അതാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത്? ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പോൾ കുറച്ച് സ്ഥലം മതി ഉപജീവന കൃഷി. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ഉപജീവന കൃഷിക്ക് എന്താണ് ലാഭം ഒരു പ്രശ്നമേ അല്ല, ലാഭം നോക്കിയല്ല എന്താണ് ഉപജീവന കൃഷി നടത്തുന്നത്. ആവശ്യത്തിന് ഉള്ളതിന് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് വിൽക്കുന്നു. അതാണ് ഉപജീവന കൃഷിയുടെ പ്രത്യേകത. ഇനി സമ്മിശ്ര കൃഷിയാണെങ്കിലോ ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുന്നതാണ് സമ്മിശ്ര കൃഷി. ഉൽപാദന ചെലവ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ലാഭകരമായിട്ടുള്ള ഉൽപാദനം ആണ് നടക്കുന്നത്. ഇപ്പോൾ കൃഷിഭൂമിയിൽ എന്താണ് ഒരേ സമയം ഒരു കൃഷി ചെയ്താൽ ആ കൃഷിക്കൊപ്പം മറ്റ് വിളകൾ കൂടി എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു. അതിനൊപ്പം കന്നുകാലി പരിചരണം, അതുപോലെ മീൻ വളർത്തൽ, കോഴി വളർത്തൽ ഇതെല്ലാം ഉണ്ടാവും സമ്മിശ്ര കൃഷിയിൽ. ഇനി തോട്ടവിള കൃഷിയിൽ എന്താണ് പ്രത്യേകത? താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവ് മാത്രം മതിയാകുന്നതാണ് തോട്ടവിള കൃഷി എന്ന് പറയുന്നത്. വൻതോതിലുള്ള ഉൽപാദനം ധാരാളം കിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു പ്രാവശ്യം കൃഷി ചെയ്താൽ എന്താണ് ദീർഘകാലം അതിൽ നിന്ന് ഉൽപാദനം ലഭിക്കും. ദീർഘകാല വരുമാനമാണ് എവിടെ ഉണ്ടാകുന്നത്? തോട്ടവിള കൃഷിയിൽ ഉണ്ടാകുന്നത്. അടുത്ത് നമ്മളെന്താ പറഞ്ഞത്? വാണിജ്യവിള കൃഷി. ഉയർന്ന മൂലധന നിക്ഷേപം, അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ വാണിജ്യവിള കൃഷി എന്ന് പറയുന്നത് എന്താണ്? ഉയർന്ന മൂലധന നിക്ഷേപം ആവശ്യമായ കൃഷിയാണ് വാണിജ്യവിള കൃഷി. അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കൾ, അതായത് പുതിയ രീതിയിലുള്ള നൂതനമായ രീതിയിലുള്ള അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. അസംസ്കൃത വസ്തുക്കൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അത്യാധുനിക രീതിയിലുള്ള ഉപകരണങ്ങളാണ് വാണിജ്യവിള കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ കൃഷി രീതികളെന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് കൃഷി ഭക്ഷണത്തിനും വരുമാനത്തിനും. ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയുള്ള കൃഷിയുണ്ട്, വരുമാനത്തിന് വേണ്ടിയുള്ള കൃഷിയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്തിൻ്റെയൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? നെൽകൃഷി, അതുപോലെ റബ്ബർ കൃഷി, ഇത് ചോളം, പരുത്തി, അതുപോലെ ഗോതമ്പ്, തേയില, ഇതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്ന കൃഷി രീതികളെന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണുന്ന കാർഷിക വിളകളിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന വിളകൾ ഏതെല്ലാമാണ്? അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? നെല്ല്, ഗോതമ്പ്, ചോളം എന്നിവയാണ് ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൃഷി രീതികളെന്ന് പറയുന്നത്. ഇനി മറ്റ് കൃഷി രീതികൾ ഏതൊക്കെയാണ്? പരുത്തി, അതുപോലെ റബ്ബർ, തേയില, ഇതൊക്കെ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൃഷി രീതികളാണ്. കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കാർഷിക വിളകളെ നമ്മൾ എന്തൊക്കെയായിട്ട് തിരിച്ചിരിക്കുന്നു? ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളെന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കളായി ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. എന്നാൽ വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിളകളാണ് നാണ്യവിളകൾ. അപ്പം നാണ്യവിളകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നാണ്യവിളകൾ. നമ്മുടെ രാജ്യത്തെ കാർഷിക വിളകളെ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടി ഇവിടെ തന്നിട്ടുണ്ട്. ഭക്ഷ്യവിളകളും നാണ്യവിളകളും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭക്ഷ്യവിളകളെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഭക്ഷ്യവിളകളിൽ വരുന്നതാണ് നെല്ല്, ഗോതമ്പ്, ചോളം എന്ന് പറയുന്നത് ഭക്ഷ്യവിളയാണ്. അതുപോലെ തന്നെ ബാർലി, പിന്നെ എന്താണ് ബാർലി, അതുപോലെ റാഗി, ഇതൊക്കെ എന്താണ് നമ്മൾ പറയുന്ന ഭക്ഷ്യവിളകളാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, ബാർലി, റാഗി, ഇനിയുമുണ്ട് ഒരുപാട് ഭക്ഷ്യവിളകളുണ്ട്. ഇനി നാണ്യവിളകളാണെങ്കിൽ ഏതൊക്കെയാണ്? നാണ്യവിളകളിൽ വരുന്നത് പരുത്തി, റബ്ബർ, ചണം, തേയില, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്?
നാണ്യവിളകളിൽ വരുന്നതാണ്. റബ്ബർ നമ്മൾ പറഞ്ഞു, പരുത്തി പറഞ്ഞു, അതുപോലെ തേയില, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? കുരുമുളക്, ഇതൊക്കെ നാണ്യവിളകളിൽ വരുന്നതാണ്. ഏലം, ഗ്രാമ്പു ഇതെല്ലാം എന്താണ്? നാണ്യവിളകളിൽ വരുന്നതാണ്. അപ്പോൾ ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ നിന്ന് ഓരോ വിളയും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കൃഷി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ആ സംസ്ഥാനങ്ങൾ ഭൂപടത്തിൽ തിരിച്ചറിഞ്ഞ് നിറം നൽകാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ വിളകൾ തന്നിട്ടുണ്ട്. ആ വിളകൾ കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളും തന്നിട്ടുണ്ട്. അപ്പം നോക്കാം നമുക്ക്. ഗോതമ്പ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പരീക്ഷകളിൽ ചോദിക്കുന്ന കറണ്ട് അഫേഴ്സ് കൂടിയാണ്. അപ്പോൾ ഗോതമ്പ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഗോതമ്പ് കൃഷി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഇനി രണ്ടാം സ്ഥാനമാർക്കാണ് പഞ്ചാബ്, മൂന്നാമത് മധ്യപ്രദേശ്, ഹരിയാന. ഇവിടെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്? ഗോതമ്പ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. രണ്ടാം സ്ഥാനമാർക്കാണ് പഞ്ചാബ്, മൂന്നാമത് മധ്യപ്രദേശ്, നാലാമത് ഹരിയാന. ഇനി അടുത്ത് പരുത്തി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. രണ്ടാം സ്ഥാനം ഗുജറാത്ത്, മൂന്നാമത് തെലങ്കാന, നാലാമത് രാജസ്ഥാൻ. അപ്പോൾ പരുത്തി മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. പരുത്തി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര. രണ്ടാം സ്ഥാനം ഗുജറാത്ത്, മൂന്നാം സ്ഥാനം ആർക്കാണ്? തെലങ്കാനയ്ക്കാണ്. നാലാം സ്ഥാനം രാജസ്ഥാനിലാണ്. അടുത്ത് നമ്മൾ പറയുന്നത് നെല്ല് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് പശ്ചിമ ബംഗാളാണ്. രണ്ടാം സ്ഥാനം എവിടെയാണ്? തമിഴ്നാട്, മൂന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശ്, നാലാം സ്ഥാനം ബീഹാർ. അപ്പം ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളാണ്. രണ്ടാം സ്ഥാനം തമിഴ്നാട്, മൂന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശ്, നാലാം സ്ഥാനം ബീഹാർ. അപ്പോൾ ഇതാണ് നമ്മുടെ വിളകളും സംസ്ഥാനങ്ങളും. ഇപ്പോൾ ഈ 2023 കണക്കനുസരിച്ചുള്ള ഇതാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. പരുത്തിയാണെങ്കിൽ മഹാരാഷ്ട്ര, നെല്ല് പശ്ചിമ ബംഗാളിലാണ്. ഇനി രണ്ടാം സ്ഥാനം എവിടെയാണ്? ഗോതമ്പ് പഞ്ചാബിലാണ്, പരുത്തി ഗുജറാത്ത്, നെല്ല് തമിഴ്നാട്. അപ്പോൾ 1ഉം 2ഉം സ്ഥാനങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ 2ഉം 3ഉം സ്ഥാനം വരെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഗോതമ്പ് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. പരുത്തി മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. നെല്ല് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. ഇനി വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ്. വ്യത്യസ്തങ്ങളായ ഇത്തരം കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് അനുകൂലമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ഫലഭൂയിഷ്ഠമായ മണ്ണ്. അപ്പോൾ നമ്മുടെ നെൽകൃഷിക്ക് ആവശ്യമായത് എന്താണ്? ഫലഭൂയിഷ്ഠമായ മണ്ണ്. അനുകൂലമായ കാലാവസ്ഥ, ജലസേചന സൗകര്യം. ഇതൊക്കെ ഒരു ഏത് കാർഷിക വിളയായാലും അത് കൃഷി ചെയ്യുന്നതിന് ഫലഭൂയിഷ്ഠമായ മണ്ണ് അനുയോജ്യമാണ്. അതുപോലെ അനുകൂലമായ കാലാവസ്ഥ, ജലസേചന സൗകര്യം, ഇത് 3ഉം ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തെ കാർഷിക കാലങ്ങളെക്കുറിച്ച് മുൻ അധ്യായത്തിൽ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. അവ ഏതൊക്കെയാണ്? അപ്പം നമ്മൾ കാർഷിക കാലങ്ങൾ പറഞ്ഞു. എന്താണ് കാർഷിക കാലങ്ങൾ? ഖാരിഫ്, റാബി, സയ്യിദ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. എല്ലാ വിളകളും എല്ലായിടത്തും കൃഷി ചെയ്യാൻ സാധിക്കുമോ? എന്തുകൊണ്ട്? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എല്ലാ വിളകളും നമുക്കറിയാം, എല്ലായിടത്തും എല്ലാ വിളകളും കൃഷി ചെയ്യാൻ സാധിക്കില്ല. അതിന് കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാലാവസ്ഥ വേണം, പിന്നെന്താണ്, നല്ല മണ്ണിനമായി ഫലഭൂയിഷ്ഠമായ മണ്ണായിരിക്കണം, അനുയോജ്യമായ കാലാവസ്ഥ ഉണ്ടാകണം. ഇതൊക്കെ അത്യാവശ്യമാണ്. ഇനി കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് നമ്മൾ പറയുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ. അപ്പോൾ കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളെയാണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളെന്ന് പറയുന്നത്. കാർഷിക ഉൽപ്പന്നമായ പരുത്തി തുണി വ്യവസായത്തിൻ്റെ അസംസ്കൃത വസ്തുവാണ്. അപ്പോൾ കാർഷിക ഉൽപ്പന്നമായ പരുത്തി എന്താണ്?
തുണി വ്യവസായത്തിൻ്റെ അസംസ്കൃത വസ്തു. നമ്മൾ പറഞ്ഞു കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ. ഇപ്പോൾ പരുത്തി നമ്മൾ കൃഷി ചെയ്യുന്നു, പരുത്തി ഒരു കാർഷിക ഉൽപ്പന്നമാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വ്യവസായം, അതിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായമാണ് ഏത്? തുണി വ്യവസായം എന്ന് പറയുന്നത്. അപ്പോൾ പരുത്തി എന്ന് പറയുന്നത് തുണി വ്യവസായത്തിൻ്റെ അസംസ്കൃത വസ്തുവാണ്. അതിനാൽ തുണി വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ്. അപ്പോൾ തുണി വ്യവസായം എന്ന് പറയുന്നത് എന്താണ്? കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ്. ഇപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചിട്ട് PSC ചോദിക്കാം. അപ്പോൾ എന്താണ്? തുണി വ്യവസായം, പരുത്തി. അപ്പോൾ തുണി വ്യവസായം എന്ന് പറയുന്നത്, പരുത്തി എന്ന് പറയുന്നത് എന്താണ്? ഒരു കൃഷി അധിഷ്ഠിത വ്യവസായമാണ്. ഇതുപോലെ റബ്ബർ, കരിമ്പ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ വിവിധ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നു. അപ്പോൾ റബ്ബർ എന്ത് ചെയ്യുന്നു? അതുപോലെ ടയർ നിർമ്മാണം, അങ്ങനെ അതൊക്കെ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയാണ് റബ്ബർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കരിമ്പ് എന്താണ്? പഞ്ചസാര വ്യവസായത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതൊക്കെ എന്താണ്? കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളാണ്. ഇനി കാർഷിക ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്ന കൂടുതൽ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ കണ്ടെത്തി പട്ടികയിൽ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും, പരുത്തി എന്താണ്? കാർഷിക ഉൽപ്പന്നമാണ്. പരുത്തി എന്ത് വ്യവസായം? തുണി വ്യവസായത്തിന് ഉപയോഗിക്കുന്നു. ഇനി കരിമ്പാണെങ്കിൽ എന്താണ്? പഞ്ചസാര വ്യവസായം, കരിമ്പിലൂടെ പഞ്ചസാര വ്യവസായം. ഇനി റബ്ബർ ആണെങ്കിൽ എന്താണ്? റബ്ബർ, ടയറ്, പിന്നെ അതുപോലെ തന്നെ റബ്ബറുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുന്നു. പിന്നെ നമുക്ക് പറയാം ചണം എന്ന് പറയുമ്പം അതിൽ എന്താണ്? ചാക്ക്, ബാഗുകൾ, ചാക്ക്, അതുപോലെ ബാഗ്, നാര് ഉൽപ്പന്നങ്ങൾ, ഇതിനൊക്കെ എന്തുപയോഗിക്കുന്നു? ചണം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് ധാതു സമ്പത്തിലൂടെ. ഇനി നമ്മൾ ധാതുക്കളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. കണ്ടോ, ഒരു 3 ചിത്രം തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? കോറികളുടെ പ്രവർത്തനമാണ്, ഇതുപോലെ ഖനികളാണ്, പിന്നെന്താണ്? ഈ ധാതുക്കളെയൊക്കെ ഖനനം ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ധാതുക്കളുടെയും ധാതു ഖനനം ചെയ്യുന്ന പ്രദേശങ്ങളുടെയും ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ധാതുക്കൾ എന്നാൽ എന്താണ്? ധാതുക്കൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഇവയുടെ ഉപയോഗം എന്ത്? ഇതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. അപ്പോൾ എന്താണ് ധാതുക്കൾ എന്ന് പറഞ്ഞാൽ? ധാതുക്കൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന അലോഹ സംയുക്തങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ധാതുക്കൾ എന്ന് പറയുന്നത്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബാർ എന്നിവ ലോഹധാതുക്കളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹേമറ്റൈറ്റ്, അതുപോലെ മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബാർ എന്നിവ ലോഹധാതുക്കളാണ്. ഇവയിൽ പലതും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ഇതൊക്കെ നമ്മുടെ ഇരുമ്പിൻ്റെ അയിരുകളാണ്. അതുപോലെ കലാമിൻ, സിങ്ക്, ബോക്സൈറ്റ് ആണെങ്കിൽ അലൂമിനിയം, മെർക്കുറിയുടേതാണെങ്കിൽ സിന്നബാർ, ഇതൊക്കെ എന്താണ്? അയിരുകളാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന അലോഹ സംയുക്തങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്? ലോഹധാതുക്കളാണ്. ഇവയിൽ പലതും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൈക്ക, വജ്രം, സിലിക്ക അല്ലെങ്കിൽ മണൽ തുടങ്ങിയവ അലോഹധാതുക്കളും കൽക്കരി, പെട്രോളിയം എന്നിവ ഇന്ധനധാതുക്കളുമാണ്. അപ്പോൾ ലോഹധാതുക്കൾ ഏതെല്ലാം, അലോഹധാതുക്കൾ ഏതെല്ലാം, ഇന്ധനധാതുക്കൾ ഏതെല്ലാം എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ലോഹധാതുക്കൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിന്നബാർ, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ലോഹധാതുക്കൾ. ഇനി അലോഹധാതുക്കൾ നമ്മൾ പറയുന്നത് മൈക്ക, വജ്രം, സിലിക്ക മുതലായവ എന്താണ്? അലോഹധാതുക്കളാണ്. മൈക്ക, വജ്രം, സിലിക്ക അല്ലെങ്കിൽ മണൽ, ഇതൊക്കെ എന്താണ്? അലോഹധാതുക്കളാണ്. ഇനി കൽക്കരി, പെട്രോളിയം, ഇവ എന്താണ്? ഇന്ധനധാതുക്കളാണ്. കൽക്കരി, പെട്രോളിയം എന്നിവ ഇന്ധനധാതുക്കളാണ്. ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ധാതുക്കളെ എന്ത് ചെയ്യുന്നു? പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നതാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ.
രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയണം? അതാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇത് വ്യവസായ മേഖലയുടെ നട്ടെല്ലെന്നും പ്രാഥമിക വ്യവസായമെന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായം അറിയപ്പെടുന്നത് എന്താണ്? വ്യവസായ മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന വ്യവസായം ഏത് എന്ന് ചോദിച്ചാൽ ഏത് പറയണം? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. പ്രാഥമിക വ്യവസായം എന്നറിയപ്പെടുന്നത് എന്താണ്? അത് ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ് പ്രാഥമിക വ്യവസായമെന്നും അറിയപ്പെടുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങളാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇരുമ്പുരുക്ക് വ്യവസായം, അതുപോലെ എന്താണ്? ചെമ്പ് വ്യവസായം, അലൂമിനിയം വ്യവസായം. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഇരുമ്പുരുക്ക് വ്യവസായം, ചെമ്പ് വ്യവസായം, അലൂമിനിയം വ്യവസായം, പിന്നെയുണ്ട് എന്തൊക്കെയാണ്? സ്വർണം, വെള്ളി. ഇതൊക്കെ എന്താണ്? നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട എന്താണ്? ധാതു അധിഷ്ഠിത വ്യവസായങ്ങളാണ്. ചുവടെ നൽകിയിരിക്കുന്ന ധാതുക്കൾ ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് ഉപയോഗപ്പെടുന്നത്? കൂടുതൽ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? ഹേമറ്റൈറ്റ് എന്തിനുപയോഗിക്കുന്നു? ഹേമറ്റൈറ്റ് ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഹേമറ്റൈറ്റ് ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് ഹേമറ്റൈറ്റ്. ഇനി സിലിക്ക അല്ലെങ്കിൽ മണൽ എന്താണ്? മണൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സിലിക്ക അല്ലെങ്കിൽ മണൽ എന്തിനു വേണ്ടിയൊക്കെയാണ്? കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അതുപോലെ ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇനി സിലിക്കയുടെ മറ്റ് ഉൽപ്പന്നങ്ങളായിട്ട് അത് ഇലക്ട്രോണിക്സ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ക്രിസ്റ്റൽ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിലിക്ക ഉപയോഗിക്കുന്നു. ഇനി ബോക്സൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? വിമാനത്തിന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. വൈദ്യുത ഉപകരണങ്ങളിൽ ബോക്സൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി വജ്രം എന്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? വജ്രം എന്താണ്? ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ആഭരണ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എന്തുപയോഗിക്കുന്നു? വജ്രം ഉപയോഗിക്കുന്നു. ഇനി കൽക്കരി ആണെങ്കിലോ തീവണ്ടി, ഇരുമ്പ് നിർമ്മാണം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് എന്തുപയോഗിക്കുന്നുണ്ട്? കൽക്കരി ഉപയോഗിക്കുന്നു. തീവണ്ടിയിൽ അതുപോലെ ഇരുമ്പ് നിർമ്മാണം എന്നിവയ്ക്കൊക്കെ എന്തുപയോഗിക്കുന്നുണ്ട്? കൽക്കരി ഉപയോഗിക്കുന്നു. പെട്രോളിയം നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ്? വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു. അതുപോലെ പെട്രോളിയം നിരവധി ഉപയോഗമുണ്ട്. പെട്രോളിയം വാതകങ്ങൾക്ക് പെട്രോളിയം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇത് അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ചതിൽ നിന്ന് ഗ്യാസ് മറ്റുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പെട്രോളിയവും വാഹനങ്ങൾ അതുപോലെ മറ്റ് നിർമ്മാണത്തിനും എന്തുപയോഗിക്കുന്നു? പെട്രോളിയം ഉപയോഗിക്കുന്നു. അടുത്ത് നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഹരിത വിപ്ലവം. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും കാർഷിക ഉൽപാദനക്ഷമത കുറയുന്നതിന് കാരണമായി. ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യലബ്ധിയോടനുബന്ധിച്ചും ഇന്ത്യൻ കാർഷിക മേഖല അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങളാണ് നിങ്ങൾ മുകളിൽ വായിച്ചത്. ഇത് ഉണ്ടാകുവാനുള്ള കാരണം എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? മുകളിൽ നമ്മൾ വായിച്ചത് എന്താണ്? ബ്രിട്ടീഷുകാർ നമ്മുടെ സ്വാതന്ത്ര്യം കഴിഞ്ഞതിന് ശേഷം, സ്വാതന്ത്ര്യത്തിന് മുമ്പ് വരെ ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായമാണ് കർഷകർക്ക് എന്ത് ചെയ്തു? കർഷകർക്ക് കടബാധ്യത മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവരെ അവഗണിച്ചിട്ട് അവരെന്ത് ചെയ്തു? വ്യാവസായിക കൃഷിയാണ് ആര് പ്രോത്സാഹിപ്പിച്ചത്? നമ്മുടെ ബ്രിട്ടീഷുകാർ പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നു. അതുപോലെ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം കാർഷിക ഉൽപാദനക്ഷമത കുറച്ചു. ഇനി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം, അതാണ് ഒന്നാമത് നമ്മൾ പറയുന്നു ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം. ഇനി അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി, പിന്നെന്താണ്? കാലഹരണപ്പെട്ട യന്ത്രങ്ങൾ, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത യന്ത്രങ്ങൾ.
ഇതൊക്കെയാണ് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇനി സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയി, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ എന്താണ്, കാർഷിക രംഗം വളരെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അപ്പോൾ നമ്മുടെ കാർഷിക രംഗത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയിൽ ഭൂപരിഷ്കരണം അതുപോലെ ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. അപ്പോൾ ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി എന്ത് ചെയ്തു, ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ച ഭൂമിയായി കണക്കാക്കി ഗവൺമെൻറ് ഏറ്റെടുത്തു. ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും ഈ കൃഷിഭൂമി എന്ത് ചെയ്തു, വിതരണം ചെയ്തു. തൽഫലമായി കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്, അത് കേരളമാണ്. ഭൂപരിഷ്കരണ നിയമം ആദ്യമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്, കേരളം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. അപ്പോൾ എന്താണ് ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ടം കാണാനായത് ഗോതമ്പ് ഉൽപ്പാദനത്തിലാണ്. അപ്പോൾ ഹരിത വിപ്ലവത്തിലൂടെ ആദ്യമായി ഉൽപ്പാദിപ്പിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ ഹരിത വിപ്ലവത്തിൻ്റെ പ്രാധാന്യം ആദ്യമായി നേടിയ ഉൽപ്പന്നം ഏതെന്ന് ചോദിച്ചാൽ അതെന്താണ്, ഗോതമ്പാണ്. അതിനാൽ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഹരിത വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവം ആദ്യഘട്ടത്തെ എന്തെന്ന് വിശേഷിപ്പിക്കാറുണ്ട്, ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തെ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ആര് ജനിച്ചത്, നമ്മുടെ MS സ്വാമിനാഥൻ ജനിക്കുന്നത്. 1925 ഓഗസ്റ്റ് 7 അദ്ദേഹം എവിടെ ജനിക്കുന്നു, തമിഴ്നാട്ടിലാണ് ജനനം. ഇനി ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ചു. അപ്പോൾ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടറായിട്ട് ആദ്യം ആര് പ്രവർത്തിച്ചു, നമ്മുടെ MS സ്വാമിനാഥൻ പ്രവർത്തിച്ചു. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അപ്പോൾ രാജ്യത്തെ 70% ആളുകളും എന്ത് ചെയ്തു, കൃഷിഭൂമി കൃഷി ചെയ്യുന്നു, പക്ഷേ എന്താണ്, നമ്മളിവിടെ നിന്നും പുറത്തു നിന്നും ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതിന് പരിഹാരം കാണുന്നതിനായി നോർമാൻ ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, നോർമാൻ ബോർലോഗുമായി സഹകരിച്ച്. എന്താണ് നോർമാൻ ബോർലോഗിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ ലോകത്തിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായിട്ട് കരുതപ്പെടുന്നത് ആരെയാണ്, ഈ നോർമാൻ ബോർലോഗിനെയാണ്. നോർമാൻ ബോർലോഗാണ് ലോകത്തിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹവുമായി സഹകരിച്ച് ഇദ്ദേഹം എന്ത് ചെയ്തു, ഹരിത വിപ്ലവത്തിന് പരീക്ഷണം നടത്തി. തൽഫലമായി ഉൽപ്പാദനം മുഴുവൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം വർദ്ധിച്ചു. അപ്പോൾ എന്ത് ചെയ്ത്, മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ഉൽപ്പാദനം എന്ത് ചെയ്തു, 5 ദശലക്ഷം ടണ്ണ് വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് നേതൃപരമായി പങ്കുവഹിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്നം എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു.
2023 സെപ്റ്റംബർ 28 അദ്ദേഹം ചെന്നൈയിൽ വെച്ച് അന്തരിച്ചു. അപ്പോൾ 1925 ഓഗസ്റ്റ് മാസം 7-ാം തീയതി ആര് ജനിക്കുന്നു? നമ്മുടെ നോർമാൻ ബോർലോഗ് ജനിക്കുന്നു. 2023 ഓഗസ്റ്റ് കഴിഞ്ഞ അടുത്ത സെപ്റ്റംബർ മാസം 7-ന് ജനിക്കുന്നു. പക്ഷേ 28-ന് എന്ത് ചെയ്യുന്നു? അന്തരിക്കുന്നു. അപ്പോൾ ആ 7, 8 എന്നതിൽ നിന്ന് 28 ആക്കി ഓർത്ത് വെച്ചാൽ മതി. ഓഗസ്റ്റ് 7 സെപ്റ്റംബർ 8 അങ്ങനെ കണക്കാക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ ഇരുപുറങ്ങൾ അതാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ്? ഇതിനൊരുപാട് പരിമിതികളുമുണ്ട്, നേട്ടങ്ങളുമുണ്ട്. എന്താണ് നേട്ടങ്ങളെന്നാണ് നമ്മൾ നോക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടം എന്താണ്? ഭക്ഷ്യധാന്യങ്ങളിൽ ഉൽപ്പാദന വർധനവുണ്ടായി. ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തി. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും കുറഞ്ഞു. പിന്നെന്താണ്? നമുക്ക് സ്വയം പര്യാപ്തമായാൽ നമുക്കെന്താണ്? ഇറക്കുമതി നിലച്ചു. അതായത് ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് കുറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ നേട്ടങ്ങളാണ്? ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് നേട്ടങ്ങൾ? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും കുറഞ്ഞു, ഇറക്കുമതി കുറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ്. ഇനി പരിമിതികളുണ്ട്. ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ പരിമിതികളിൽ വരുന്നതാണ് കൃഷിക്ക് എന്ത് വേണം? ധാരാളം ജലം വേണം. അപ്പോൾ അമിതമായി ജലം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. അപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. അതിനെന്ത് വേണം? രാസവളങ്ങൾ ഉപയോഗിക്കണം, കീടനാശിനി പ്രയോഗം ഉണ്ടാകണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കുറച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ പരിമിതികൾ എന്ന് പറയുന്നത്. രാജ്യത്തെ ഭക്ഷ്യക്ഷാമവും ദാരിദ്ര്യവും ഇല്ലാതാക്കുന്നതിന് ഹരിത വിപ്ലവം എത്രത്തോളം സഹായകരമായിരുന്നുവെന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ നോർമാൻ ബോർലോഗിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നോർമാൻ ബോർലോഗ്. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് എന്തെന്ന് ആര്? നമ്മുടെ നോർമാൻ ബോർലോഗ്. അപ്പോൾ ലോകത്തിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമാൻ ഏണസ്റ്റ് ബോർലോഗ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമാൻ ഏണസ്റ്റ് ബോർലോഗ്. 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയെന്ന് വിശ്വസിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം എന്നാണ് 1914 മാർച്ച് 25 അമേരിക്കയിലാണ് ആര് ജനിക്കുന്നത്? നോർമാൻ ബോർലോഗ്. 1914 എന്ന് പറയുമ്പോൾ 1-ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഇനി 1970 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ നോർമാൻ ബോർലോഗിന് എന്ത് ലഭിച്ചു? 1970 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ദാരിദ്ര്യം എന്നാൽ ആ ചങ്ങാതിയെ അന്വേഷിച്ചാണ് 2 കൂട്ടുകാർ അന്ന് വീട്ടിലെത്തിയത്. അവനെ വീട്ടിൽ കാണാൻ കഴിഞ്ഞില്ല. വീട്ടുകാർക്കും അറിയില്ല അവൻ എവിടെ പോയെന്ന്. അവസാനം അവർ മുറിക്കുള്ളിൽ കയറി ഒരു അന്വേഷണം തന്നെ നടത്തി. കട്ടിലിനടിയിൽ കുനിഞ്ഞിരുന്ന് ഒരു സ്ലേറ്റിൽ കണക്ക് ചെയ്യുകയായിരുന്നു ആ വിദ്വാൻ. അവർ ചോദിച്ചു, ഇത് നിനക്ക് കടലാസിൽ ചെയ്തുകൂടെ? ആഹാരം നൽകുവാൻ പോലും അച്ഛൻ നന്നേ പാടുപെടുകയാണ്. പിന്നെ പണം കൊടുത്ത് എങ്ങനെയാണ് കടലാസ് വാങ്ങുക? അവൻ്റെ ഉത്തരം കേട്ട് ആ കൂട്ടുകാർക്ക് വേദന തോന്നി. അപ്പോൾ ഇത് ചേപ്പാട് ഭാസ്കരൻ നായരുടെ ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്ന ഇതിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണക്കിലെ മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയനായ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജൻ്റെ ജീവചരിത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. അപ്പോൾ നമുക്കറിയാം കണക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനിവാസ രാമാനുജൻ. ആ രാമാനുജൻ്റെ ജീവചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. മിതമായ ആവശ്യങ്ങൾക്ക് പോലും നിറവേറ്റാൻ കഴിയാത്ത മനുഷ്യർ
മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ നിരവധിയുണ്ട്. ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയെ എന്ത് വിളിക്കാം? അപ്പോൾ ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കും? ദാരിദ്ര്യമെന്നാണ് വിളിക്കാറ്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് എന്ത്? ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം. അപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങളിൽ എന്തൊക്കെ ഉൾപ്പെടും? ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയാണ് അടിസ്ഥാന ആവശ്യങ്ങളെന്ന് പറയുന്നത്. ഇവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ദാരിദ്ര്യം. മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് ദരിദ്രർ. അപ്പോൾ എന്താണ് ദരിദ്രർ എന്ന് പറഞ്ഞാൽ? മിതമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷി ഇല്ലാത്തവരെയാണ് നമ്മൾ ആരെന്ന് പറയുന്നത്? ദരിദ്രർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ദാരിദ്ര്യരേഖ എന്നാണ് നോക്കുന്നത്. ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കല്പിക രേഖയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത്. ഒരാളുടെ വരുമാനത്തിൻ്റെയും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട ഊർജത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കി വരുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കുന്നത് ഏത് മാർഗത്തിലാണ്? ഒരാളുടെ വരുമാനത്തിൻ്റെയും ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട ഊർജത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കുന്നത്. രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ദാരിദ്ര്യം ഉണ്ടാകുന്നത്? ദാരിദ്ര്യത്തിൻ്റെ പൊതു കാരണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? തൊഴിലില്ലായ്മ, അവസര സമത്വം, കടബാധ്യത, വർദ്ധിച്ച ജനസംഖ്യ, വിലക്കയറ്റം. ഇനിയും നമുക്ക് പറയാം എന്താണ്? ഇനി നമുക്ക് പറയാം വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്. അപ്പോൾ വിദ്യാഭ്യാസത്തിലുള്ള എന്താണ് കുറവ്? വിദ്യാഭ്യാസം എന്തിന് കാരണമാകുന്നു? ദാരിദ്ര്യത്തിന് കാരണമാകുന്നു. നല്ല വിദ്യാഭ്യാസം, അതുപോലെ നല്ല തൊഴിൽ, ഇതൊക്കെ എന്തിൻ്റെ മാനദണ്ഡങ്ങളാണ്? ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ. അതുപോലെ തന്നെ പ്രകൃതി ക്ഷോഭങ്ങൾ, പ്രകൃതി വരൾച്ച, വെള്ളപ്പൊക്കം, ഇതൊക്കെ ഉരുൾപൊട്ടൽ, ഇതൊക്കെ എന്താണ്? ദാരിദ്ര്യത്തിന് കാരണമാകുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയം, സാമൂഹികം, സാമ്പത്തികവുമായ നിരവധി കാരണങ്ങളും എന്തിന് കാരണമാകുന്നുണ്ട്? ഈ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നമ്മൾ ബഹുമുഖ ദാരിദ്ര്യ സൂചികയെക്കുറിച്ചാണ് പറയുന്നത്. ബഹുമുഖ ദാരിദ്ര്യ സൂചിക ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. MBI എന്ന് പറയും. ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവും UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും UNDPയും സംയുക്തമായി തയ്യാറാക്കിയതാണ് ഇത്. അപ്പോൾ ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിന് വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഇനി ഇത് ആരൊക്കെ തമ്മിലാണ് ഇത് വികസിപ്പിച്ചത്? ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവും OPHI, ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവും അതുപോലെ UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അഥവാ UNDPയും സംയുക്തമായി തയ്യാറാക്കിയതാണ് നമ്മുടെ മൾട്ടി ഡയമെൻഷൽ പോവർട്ടി ഇൻഡെക്സ് അഥവാ ബഹുമുഖ ദാരിദ്ര്യ സൂചിക MBI എന്ന് പറയുന്നത്. മൾട്ടി ഡയമെൻഷൽ പോവർട്ടി ഇൻഡെക്സ്, അതാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക അഥവാ MBI എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വികസിപ്പിച്ചത് ആരൊക്കെ ചേർന്നാണ് നമ്മൾ പറഞ്ഞു? OPHI, ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവും UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അഥവാ UNDPയും സംയുക്തമായി തയ്യാറാക്കിയതാണ് നമ്മുടെ MBI എന്ന് പറയുന്നത്. ഇതൊരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായി 12 സൂചികകളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഏതൊക്കെയാണ്? ആരോഗ്യം,
കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യമുള്ളവരാണോ? വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലായി 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് എന്ത് ചെയ്യുന്നത്? ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് OPHIയും UNDPയും ചേർന്നിട്ട് ഇവരുടെ ആഭിമുഖ്യത്തിലാണ് MBI കണക്കാക്കുന്നത്. ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം അളക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം വരുമാനം മാത്രമല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ദാരിദ്ര്യം അളക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം വരുമാനം മാത്രമല്ല, മറിച്ച് എന്താണ്? അവിടെ ആരോഗ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പിന്നെ ഇതെല്ലാം കൂടി പരിഗണിച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും എത്രത്തോളം ആർജിക്കാൻ കഴിയുന്നു എന്നതുകൂടി പരിഗണിച്ചാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ്? നമ്മുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ കൂടി പരിഗണിച്ചാണ് എന്ത് ചെയ്യുന്നത്? ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. അടുത്ത് നമ്മൾ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത് കണക്കാക്കുന്നത്. ഇനി ആരോഗ്യമാണെങ്കിൽ എന്താണ്? പോഷകാഹാരം ലഭിക്കുന്നുണ്ടോ? കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക്, മാതൃ ആരോഗ്യം ഇതൊക്കെ ആരോഗ്യത്തിൽ നോക്കും. പോഷകാഹാരം, കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക്, മാതൃ ആരോഗ്യം ഇതൊക്കെ നോക്കാറുണ്ട്. ഇനി വിദ്യാഭ്യാസമാണെങ്കിലോ സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ ഹാജർ, കോളേജ് വിദ്യാഭ്യാസം ഇതെല്ലാം നോക്കിയാണ് വിദ്യാഭ്യാസം കണക്കാക്കുന്നത്. ജീവിത നിലവാരത്തിൽ എന്തൊക്കെയാണ്? പാചക ഇന്ധനം, ശുചിത്വം, കുടിവെള്ളം, വൈദ്യുതി, ഭവനം, ആസ്തികൾ, ബാങ്ക് അക്കൗണ്ടുകൾ ഇതൊക്കെ കണക്കാക്കിയാണ് എന്ത് ചെയ്യുന്നത്? ജീവിത നിലവാരം കണക്കാക്കുന്നത്. നീതി ആയോഗ് അംഗീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 2015-നും 2016, 2015, 2016, 2019, 2021 വർഷങ്ങളിലെ ദാരിദ്ര്യ നിലയിൽ ഗ്രാഫിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2015, 2016ലെയും 2019, 2021 വർഷങ്ങളിലെയും എന്താണ് ദാരിദ്ര്യ നിലയിലെ ഗ്രാഫ് താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നീതി ആയോഗ് അംഗീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ചുള്ളതാണ് നമ്മൾ താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് 2016, 15, 16 എങ്ങനെയാണ്, 2021 എങ്ങനെയാണ് എന്ന് 2019, 2021 ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ബീഹാർ ഏറ്റവും ദാരിദ്ര്യം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ബീഹാറാണ്. അവിടെ 33.76% ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 2021 കണക്കനുസരിച്ച് 51.89% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഇനി ജാർഖണ്ഡ് ആണെങ്കിലോ 28.81% അത് 42.10%. അങ്ങനെ ഓരോ സംസ്ഥാനം കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കേണ്ടത് ആരുടേതാണ്? നമ്മുടെ കേരളത്തിൻ്റെ ദാരിദ്ര്യരേഖയിലെ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ എന്താണ്? കേരളത്തിന് 2019 എത്രയാണെന്നും 2015, 16 എത്രയായിരുന്നു? 0.55% നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ നിരക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ എത്രയാണ്? 0.70 0.70 നമ്മുടെ ഇപ്പോഴത്തെ ദാരിദ്ര്യ നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഗോവ, കേരളം കഴിഞ്ഞാൽ പിന്നെ ഗോവ, ഏറ്റവും ദാരിദ്ര്യ നിരക്കിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ദാരിദ്ര്യ നിരക്കിൽ നമ്മുടെ നീതി ആയോഗിൻ്റെ ബഹുമുഖ ദാരിദ്ര്യ സൂചിക നിലവാരത്തിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. 2ാം സ്ഥാനം ഗോവയ്ക്കാണ്, 3ാം സ്ഥാനം തമിഴ്നാട്, പിന്നെ സിക്കിം, പഞ്ചാബ്. അങ്ങനെയാണ് ദാരിദ്ര്യ നിരക്കിലുള്ള കുറവ് എന്ന് പറയുന്നത്. ഏറ്റവും ദാരിദ്ര്യം കൂടിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ ബീഹാറാണ്. ബീഹാർ. ഏറ്റവും കുറഞ്ഞത് കേരളം. പിന്നെ 2ാം സ്ഥാനം ചോദിച്ചാൽ ജാർഖണ്ഡാണ്. ബീഹാറിന് 1ാം സ്ഥാനം, ജാർഖണ്ഡ് 2ാം സ്ഥാനം, മേഘാലയ 3ാം സ്ഥാനം. 3 സ്ഥാനം വരെയെങ്കിലും പഠിച്ചു വയ്ക്കുക.
ഇപ്പോൾ ബീഹാറാണ് ദാരിദ്ര്യ നിരക്കിൽ 1-ാം സ്ഥാനത്ത്. ബഹുമുഖ ദാരിദ്ര്യ നിരക്കിൽ 1-ാം സ്ഥാനം ബീഹാർ, 2-ാം സ്ഥാനം ജാർഖണ്ഡ്, 3 മേഘാലയ. അതിന് ഏറ്റവും കുറഞ്ഞത് എവിടെയാണ്? കേരളത്തിലാണ്. 2-ാം സ്ഥാനം ഗോവയാണ്. ബാക്കിയെല്ലാം കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അപ്പോൾ മുകളിൽ നൽകിയിട്ടുള്ള ഗ്രാഫ് നിരീക്ഷിക്കൂ. ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം കണ്ടെത്തൂ. അപ്പോൾ കേരളം 28ആണ്. 28-ാം സ്ഥാനമാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദാരിദ്ര്യം 2015-16 അപേക്ഷിച്ച് 2019-21 എത്രത്തോളം കുറഞ്ഞുവെന്ന് കണ്ടെത്തൂ. 2019-21 വളരെ കുറവാണ്. ഇവിടെയാണ് അത് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്? 2015-16 ഈ അറ്റത്ത് തന്നിരിക്കുന്നത്. 2019-21 ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം 2015-16 0.70 ആയിരുന്നത്, അതായത് 0.70% എന്ത് ചെയ്തു? 2021 ആയപ്പം 0.55% കുറഞ്ഞു. കേരളം ഈ നേട്ടം കൈവരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. ഇനി ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കി വരുന്നത്. ഈ പദ്ധതികളെ 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. അപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനുള്ള പദ്ധതികളെ 3ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് പദ്ധതി വിഭാഗം, പദ്ധതിയുടെ പേര്, പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ? ഒന്നാമത്തേത് ഏതാണ്? ഇപ്പോൾ ഇവിടെ പദ്ധതികളുടെ സ്വയം തൊഴിൽ അല്ലെങ്കിൽ വേതന തൊഴിൽ പദ്ധതികളുണ്ട്, ഭക്ഷ്യസുരക്ഷാ പദ്ധതികളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ സ്വയം തൊഴിൽ അല്ലെങ്കിൽ വേതന തൊഴിൽ പദ്ധതികളിൽ വരുന്നതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, അതുപോലെ ജീവനം പദ്ധതി, ഇതൊക്കെ. ഇനി പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്താണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യം താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ അവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു. അപ്പോൾ ഏതിലൂടെയാണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം? താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരവും വരുമാനവും ലഭിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, അതിൻ്റെ ലക്ഷ്യവും ഇത് തന്നെയാണ്. താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരവും വരുമാനവും ലഭിക്കുന്നു. ഏതിലൂടെയൊക്കെ? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയും പ്രധാനമന്ത്രി റോസ്ഗാർ യോജന പദ്ധതിയും. ഇത് രണ്ടും ഒന്നാണ്. ഇനി സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതിയിൽ ഒന്നാണ് ജീവനം പദ്ധതി എന്ന് പറയുന്നത്. എന്താണ് ജീവനം പദ്ധതി എന്ന് നോക്കാം. പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് ജീവനം പദ്ധതി. അപ്പോൾ എന്താണ്? സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ജീവനം പദ്ധതി. ഇനി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. അതിൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പം നഗരപ്രദേശങ്ങളിൽ വസിക്കുന്നവരായിരിക്കണം. അവരെന്താണ്? അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ, അതായത് 18 വയസ്സിന് മുകളിലുള്ള ഓരോരുത്തർക്കും എന്ത് ചെയ്യാം? ഈ തൊഴിൽ ചെയ്യാം. അതാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഇനി ഭക്ഷ്യസുരക്ഷാ പദ്ധതികളുണ്ട്. പൊതുവിതരണ സംവിധാനം. എന്താണ് പൊതുവിതരണ സംവിധാനം എന്ന് നമുക്കറിയാം. ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതാണ് പൊതുവിതരണ സംവിധാനം. അതിൽ വരുന്നതാണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ എന്ന് പറയുന്നത്. PM പോഷൻ അഥവാ പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ.
1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ പദ്ധതി. അപ്പോൾ 1 മുതൽ 8 വരെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിക്ക് പറയുന്ന പേരെന്താണ്? പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ എന്നതാണ് 1 മുതൽ 8 വരെ ക്ലാസ്സിൽ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി എന്ന് പറയുന്നത്. ഇനിയുണ്ട് എന്താണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഏതൊക്കെയാണ്? അത് ഇനി വരുന്നത് സുഭിക്ഷ കേരളം പദ്ധതിയാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഏതാണ്? ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ വരുന്നതാണ് സുഭിക്ഷ കേരളം പദ്ധതി. അപ്പോൾ സുഭിക്ഷ കേരളം പദ്ധതിയിൽ എന്താ വരുന്നത്? കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. അപ്പോൾ കേരളത്തെ എന്ത് ചെയ്യുക? ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. ഇനി സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുണ്ട്. ഏതൊക്കെയാണ്? ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന പദ്ധതി. ഇതൊക്കെ എന്തിനാണ്? നിരാലംബരായ മുതിർന്ന പൗരർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്ന പദ്ധതിയാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയും പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയും. അപ്പോൾ ഇത് രണ്ടും എന്താ ഒരു ലക്ഷ്യം തന്നെയാണ്. എന്തൊക്കെയാണ്? നിരാലംബരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നതാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, അതുപോലെ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന പദ്ധതി. ഇനി ഒന്നുകൂടിയുണ്ട് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്പം നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഇപ്പോൾ സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് അംഗവൈകല്യം വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് നൽകുന്നു? ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഇവ കൂടാതെ കേരളം മറ്റ് ചില പദ്ധതികൾ കൂടി ഫലപ്രദമായി നടപ്പിലാക്കി വരുന്നു. സ്നേഹസാന്ത്വനം, വയോമിത്രം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാരുണ്യാരോഗ്യ സുരക്ഷ, താലോലം, ആശ്വാസകരണം, സ്നേഹപൂർവം, ക്യാൻസർ സുരക്ഷ, ലൈഫ് മിഷൻ തുടങ്ങിയവ ചില ഉദാഹരണങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തെ മുകളിൽ പറഞ്ഞ പദ്ധതികളുടെ പ്രയോജനം ലഭിക്കുന്നവർ ആരൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇതുപോലുള്ള മറ്റെന്തൊക്കെ പദ്ധതികളാണ് നിലവിലുള്ളതെന്നും കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമാണ്. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. അപ്പോൾ കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് 1998 മെയ് 17 എന്താരംഭിച്ചത്? കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത്. സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു. ഷീ സ്റ്റാർട്ട്സ് അതായത് ഷീ സ്റ്റാർട്ട്സുകൾ, ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നു. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും സഹായകരമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് 1998 മെയ് 17 എന്ത് രൂപീകരിച്ചത്? കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത്. അപ്പോൾ ഇവിടെ ഇനി എന്താണ്? ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഭക്ഷ്യസുരക്ഷയിൽ എന്തൊക്കെയാണ്? ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഭക്ഷ്യസുരക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? കാലാവസ്ഥാ വ്യതിയാനം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത് എന്തൊക്കെ കൊണ്ടാണ്? ഇവിടെ കാലാവസ്ഥാ വ്യതിയാനം, വ്യവസായവൽക്കരണം, വരുമാനക്കുറവ്, വില വർധനവ്, ലഭ്യതക്കുറവ്, വിതരണത്തിലെ അസന്തുലിതാവസ്ഥ, ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് എന്ത് കഴിയാത്തത്? ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തത്. ഇനി സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങളേവ അധികം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാം സിവിൽ സപ്ലൈസ്, ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ, മാവേലി സ്റ്റോറുകൾ, പിന്നെന്താണ് സപ്ലൈകോ, ഇതൊക്കെ എന്താണ്? പിന്നെ റേഷൻ കടകൾ, ഇതൊക്കെ എന്തിനുള്ളതാണ്? സബ്സിഡി നിരക്കിൽ
ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന ഗവൺമെൻറ് നീതി സ്റ്റോറുകൾ ഇതൊക്കെ വരും. ഇനി വിശപ്പ് രഹിത കേരളം. പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ പേര് പോലെ തന്നെ എന്താണ്, പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2017-18 മുതൽ കുടുംബശ്രീയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് പദ്ധതി നടന്നു വരുന്നത്. അപ്പോൾ വിശപ്പ് രഹിത പദ്ധതി നടപ്പിലാക്കിയ വർഷം ചോദിച്ചാൽ എന്നാണ്? 2017-18 വിശപ്പ് രഹിത കേരളം പദ്ധതി നടപ്പിലായത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. വിശപ്പ് രഹിതം പദ്ധതി 2018 നടപ്പിലാക്കി 17-18 നടപ്പിലാക്കി വരുന്നത്. ഇത്തരം നൂതന പദ്ധതികളിലൂടെ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുക വഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്നതാണ് ഏതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? നമ്മൾ ഈ പറഞ്ഞ പദ്ധതികളുടെയൊക്കെ ലക്ഷ്യം. ആരോഗ്യപൂർണമായ ജീവിതം നിലനിർത്തുവാൻ പോഷകസമൃദ്ധമായ ആഹാരം മതിയായ അളവിൽ ആവശ്യമാണ്. ഭക്ഷ്യസുരക്ഷയില്ലായ്മ പൊതുവെ സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയാണ് ബാധിക്കുന്നത്. എന്നാൽ ഭൂകമ്പം, വരൾച്ച, വെള്ളപ്പൊക്കം, സുനാമി, മഹാമാരികൾ തുടങ്ങിയവ നേരിടുമ്പോൾ രാജ്യത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെയും ഭക്ഷ്യസുരക്ഷയില്ലായ്മ ബാധിക്കും. പൊതുവിതരണ സംവിധാനത്തിൻ്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പോൾ ഇനി തുടർ പ്രവർത്തനങ്ങൾ കുറച്ച് തന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചധികം ടൈമായിപ്പോയി. അപ്പോൾ ഇനി നമ്മുടെ ഓരോ പദ്ധതികളുടെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടികൾക്കുള്ള പഠനമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നുള്ള ആദ്യ പാർട്ട് പുസ്തകം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവർക്ക് ഇതിൻ്റെ എല്ലാം ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പ്ലീസ് ദയവായി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ഉദ്യമം നമുക്കിവിടെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായി വരും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.